A 1.7 meter tall man standing at the foot of a tower see the top of hill 40 meter away from at an elevation of 60 degree. Climbing to the top of the tower, he seek at an elevation of 50 degree. Calculate the height of the tower and hill. ഒരു ഗോപുരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന 1.75 മീറ്റർ ഉയരമുള്ള ഒരാള് 40 മീറ്റർ അകലെയുള്ള ഒരു കുന്നിന്റെ മുകളറ്റം. അതായത് ഒരു ഗോപുരത്തിന്റെ ചുവട്ടിൽ ഒരാൾ നിൽക്കുന്നുണ്ട്, ഇവിടെ ഒരു കുന്നുണ്ട്, ഇവിടെ ഒരു ഗോപുരമുണ്ട്, ഒരു കുന്ന്. രണ്ട് ആംഗിളും ആംഗിൾ ഓഫ് എലിവേഷൻ എന്നാണ്. അപ്പൊ രണ്ട് ആംഗിളും മുകളിലോട്ടാണ് വരിക. അപ്പൊ ഇവിടുന്ന് അയാൾ നോക്കുന്ന ആംഗിൾ ആണ് എത്രയാ? ആംഗിൾ ഓഫ് എലിവേഷൻ 60 ഡിഗ്രി അല്ലെ, 60 ഡിഗ്രി. ദെൻ അയാൾ എന്ത് ചെയ്തു? ആ ഗോപുരത്തിന്റെ മുകളിലോട്ട് കയറി. അപ്പൊ അതാ ഇവിടെ എത്തി. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് അയാൾ ആ കുന്നിന്റെ മുകളറ്റം കാണുന്നത് 50 ഡിഗ്രിയിലാണ്. ഓക്കെ, ഏകദേശം ഒരു ചിത്രം ഇങ്ങനെ വരും. നമുക്കതിന്റെ ചിത്രം കാണാം. ഓക്കെ, 1.75 മീറ്റർ വരെയുള്ള ഒരു കുട്ടി ഒരു ഗോപുരത്തിന്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. അവിടുന്ന് ആ കുട്ടി കുന്നിന്റെ മുകളറ്റം കാണുന്ന 60 ഡിഗ്രി മേൽക്കോണിലാണ്. ആ കുട്ടി ആ ഗോപുരത്തിന്റെ മുകളിലോട്ട് കയറി, ക്ലൈംബ്ഡ് അപ് ടു, അതായത് മുകളിലോട്ട് കയറി, ക്ലൈംബിംഗ് ടു ദ ടോപ്പ് ഓഫ് ദ ടവർ. ആ ടവറിന്റെ മുകളിലോട്ട് കയറിയിട്ട് അവിടുന്ന് നോക്കിയപ്പോൾ ആ കുട്ടി കണ്ടത് 50 ഡിഗ്രി മേൽക്കോണിലാണ്. അപ്പൊ ഇവിടെ ഒരു ഏകദേശ ചിത്രം വരച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പോർഷൻ വരുന്ന ക്വസ്റ്റ്യനുകളിലൊക്കെ ആദ്യം ഒരു ഏകദേശ ചിത്രം വരയ്ക്കാനായിരിക്കും. അപ്പൊ ആ ചിത്രം വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. നമുക്ക് തന്നിട്ടുള്ള അളവുകളൊക്കെ നമ്മളിവിടെ കൊടുത്തു. 40 മീറ്റർ ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ 40, ഈ ഡിസ്റ്റൻസും 40 ആയിരിക്കും, ഇതും 40 ആയിരിക്കും. then 1.75 മീറ്റർ ആണ് ആ കുട്ടിയുടെ ഹൈറ്റ്, അല്ലെങ്കിൽ ആ മനുഷ്യന്റെ ഉയരം എന്ന് പറയുന്നത്. അപ്പൊ ആ ഉയരങ്ങളും നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതില് AB എന്ന് പറയുന്നതാണ് നമ്മളുടെ ടവർ, അല്ലെങ്കിൽ എന്താ പറയാ, ഗോപുരം എന്ന് പറയാം. അതേപോലെ തന്നെ FD അല്ലെങ്കിൽ DF എന്ന് പറയുന്നതാണ് കുന്ന് അല്ലെങ്കിൽ ഹില്ല് എന്ന് പറയുന്നത്. ഈ ടോട്ടൽ ലെങ്ത് DF. ഓക്കെ, അതാണ് നമ്മളുടെ കുന്ന് എന്ന് പറയുന്നത്. ഇനി tan 60 എടുത്തു, അഥവാ FE by CE. എന്താണ് tan 60? FE by CE. ഈ 60-ന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് കാണണം അല്ലെ. ഈ 60-ന് ഓപ്പോസിറ്റ് വരുന്ന ഏതാ? FE, ഇവിടെ തൊട്ട് ഇതുവരെ. then adjacent side CE. CE 40 ആണ് തന്നിട്ടുണ്ട്. tan 60 നമുക്കറിയാം √3 ആണ്. അപ്പൊ √3 ഈക്വൽ ടു FE by 40 എന്നിട്ടും ആ 40-ന് അപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്താവും? 40 into √3 ഈക്വൽ ടു FE എന്നാവും. √3യുടെ വാല്യൂ കൊടുക്കുക, കാരണം നമുക്ക് tan 50 ആണ് അടുത്തുള്ളത്, അതുകൊണ്ടാണ് √3യുടെ പോയിന്റ് വാല്യൂ കൊടുത്തത്. then 1.73 into 40 ഈക്വൽ ടു FE എന്ന് കിട്ടും. എങ്ങനെയാ 1.73 into 40 ചെയ്യാം? 173-നെ 4 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. 3 12, ശിഷ്ടം 1 വരും, 7 4 28, 1 29 9, ശിഷ്ടം 2, 1 4 4, 4 2 6. എന്നിട്ട് 40-ന്റെ ആ ഒരു 0 ഇട്ട് കൊടുക്കുക, 2 സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് കൊടുക്കുക. ഓക്കെ, അപ്പൊ 69.2 FE കിട്ടി, 69.2. ഇനി അടുത്തത് tan 50 കാണാൻ പോവാണ്. ഓക്കെ, എല്ലാം കണ്ടിട്ട് നമുക്ക് കുന്നിന്റെ ഇതിന്റെ ഒക്കെ ഹൈറ്റ് ചെയ്താ. tan 50 എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് FG, അഡ്ജസന്റ് സൈഡ് HG. tan 50 വാല്യൂ കൊടുത്തു 1.19 ഈക്വൽ ടു FG by 40. 1.19 into 40, അതും അതേപോലെ തന്നെ പോയിന്റും കളയാ, എന്താ പോയിന്റും കളയാ, 0 കളയാ. അപ്പൊ 119 into 4, 4 36, 9 4 36, ഇഷ്ടം 3 വരും, 1 4 4, 4 3 7, 1 4 4. എന്നിട്ട് ലാസ്റ്റ് ആ 0 ഇട്ട് കൊടുക്കുക, എന്നിട്ട് 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുക, കാരണം 1.19, 2 സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുക. അപ്പൊ 47.6. ഓക്കെ, അപ്പൊ FGയുടെ വാല്യൂ കിട്ടിയ എത്രയാ? 47.6. ഇനി EI എന്ന് പറയുന്നത്, EI കാണണം, ഈ സെൻട്രലിലുള്ള വാല്യൂ നമുക്ക്, കാരണം ഗോപുരത്തിന്റെ അല്ലെങ്കിൽ ടവറിന്റെ ഹൈറ്റ് കാണണം. ടവറിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് AB ആണ്. അത് AC plus CB ചെയ്താൽ നമുക്ക് AB കിട്ടും. അതിന് AC അറിയണമെന്നുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഉള്ള EI അറിയണം. EI കാണാൻ FEയിൽ നിന്നും FGയും GI കൂട്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. FE എന്ന് പറയുന്ന ടോട്ടൽ ലെങ്ത്തിൽ നിന്നും FGയും GIയും എന്ത് ചെയ്താൽ മതി? മൈനസ് ചെയ്താൽ മതി. FE നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് 69.2. FG നമ്മളിപ്പോ കണ്ടെത്തി 47.6 പ്ലസ് 1.75. GI നമുക്കറിയാം 1.75. ഇനി 47.6ഉം 1.75ഉം കൂട്ടുക. അതെങ്ങനെ കൂട്ടുക? 47.6 1.75 പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സംഖ്യകള്
പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്പറുകൾ അനുസരിച്ച്, അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മറ്റേല് രണ്ടെണ്ണം ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഒരു 0 ഇട്ട് കൊടുത്താൽ മതി. പോയിന്റുകൾ താഴെ വരണം. ഓക്കെ, ഇനി ഇത് കൂട്ടുക. 5 6 12 1 13 3 ശിഷ്ടം 1 7 8 1 9 4 49.35 വരും. ഇനി ഈ 69, ഇവിടെ ഒരു 69 ഉണ്ടല്ലോ, ഇനി ആ 69.2 49.35 എന്ത് ചെയ്യണം, മൈനസ് ചെയ്യണം. 49.35 ഇവിടെ ഒരു 0 ഇട്ട് കൊടുക്കാം, എന്നിട്ട് മൈനസ് ചെയ്യാം. ഇവിടെ 1 ആവും, ഇവിടെ 10 ആവും. 10 5 പോയാൽ 5. ഇനി 1 പോകൂല, അപ്പൊ ഇവിടെ നിന്ന് അവിടെ 11 ആവും, ഇവിടെ 8 ആവും. 11 3 പോയാൽ 8 കിട്ടും. പോയിന്റ് ഇട്ടു. 8 പോകൂല, അപ്പൊ ഇവിടെ നിന്ന് കടയെടുത്തു, ഇവിടെ 5 ആവും, ഇവിടെ 18 ആവും, അപ്പൊ ഇവിടെ 9 ആവും. 18 9 പോയാൽ 9. 5 4 പോയാൽ 1. 19.85 എന്ന് കിട്ടും. ഓക്കെ, 19.85. EIന്റെ വാല്യൂ കിട്ടി. ഇനി EI എന്ന് പറയുന്നത് AC-ക്ക് തുല്യമാണ്. അപ്പൊ AC-യും 19.85 ആണ്. ഇനി ടവർ, അതായത് ടവർ അല്ലെങ്കിൽ ഗോപുരം കേട്ടോ, അല്ല ടവർ അല്ലെങ്കിൽ ഗോപുരം, അതായത് AB എന്ന് പറയുന്നത് AC പ്ലസ് CB ആണ്. AC നമ്മൾ കിട്ടി 19.85, CB 1.75. അത് രണ്ടും കൂട്ടുക, അപ്പൊ നമുക്ക് 21.6 കിട്ടും അല്ലെ. 19.85 പോയിന്റ്, ഞാൻ പറഞ്ഞു പോയിന്റ് ഉള്ള സംഖ്യകളെ പോയിന്റിന് മുമ്പുള്ള സംഖ്യ പോയിന്റിന് മുമ്പ് തന്നെ എഴുതാം. പോയിന്റ് ഇങ്ങനെ താഴെ വരണം. ദെൻ 1.75 5 5 10 0 ശിഷ്ടം 1 7 8 8 16 6 ശിഷ്ടം 1 പോയിന്റ് വരും. 9 10 11 1 ശിഷ്ടം 1 21. അപ്പൊ 21.60 അഥവാ 21.6. ഇനി ഹില്ല് അല്ലെങ്കിൽ കുന്ന് എന്ന് പറയുന്നത് എന്താ, FD അല്ലെങ്കിൽ DF ആണ്. അതിന് നമുക്ക് FE പ്ലസ് ED എന്ന് പറയാം. FE നമ്മൾ ഓൾറെഡി ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. എത്രയാ, 69.2. അതിലോട്ട് 1.75 കൂടി കൂട്ടിയാൽ മതി. ഇവിടെ അപ്പൊ 69.2 പ്ലസ് 1.75. 5 കൂട്ടാൻ നമ്പർ ഇല്ല, അപ്പൊ 5 അതേപോലെ എഴുതി. 7 2 9 9 10 0 ഇഷ്ടം 1 6 1 7 70.95 കിട്ടില്ലേ. ഇപ്പൊ കുന്നിന്റെ ഹൈറ്റും കിട്ടി, ടവറിന്റെ ഹൈറ്റും കിട്ടി. ടവറിന്റെ ഹൈറ്റ് 21.6. എവിടെ ടവർ, 21.6. കുന്നിന്റെ ഹൈറ്റ് 70.95. ഓക്കെ.